വിദ്യാർത്ഥികളെ സമ്മേറ്റീവ് അസസ്മെൻറ്റ് ടു 2025-26 ബേസിക് സയൻസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ ആൻസേഴ്സുമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ആദ്യമായാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഒബ്സർവ് ദ ഫ്ലവേഴ്സ് ഓഫ് മാംഗോ ആൻഡ് കാഷ്യൂ ട്രീസ്, കമ്പയർ ദ ഫ്ലവേഴ്സ് ആൻഡ് ദെയർ ഫ്രൂട്ട്സ്, ദെയർ സിമിലാരിറ്റീസ് ആൻഡ് ഡിഫറൻസ്. ഇവിടെ താഴെ മാംഗോ ട്രീയുടെ ഫ്രൂട്ടും ഫ്ലവറും കാണിച്ചിട്ടുണ്ട്, ഇപ്പുറത്ത് കാഷ്യൂ ട്രീയുടെ ഫ്ലവറും ഫ്രൂട്ടും കാണിച്ചിട്ടുണ്ട്. ഇനി ഇവയുടെ ഡിഫറൻസും സിമിലാരിറ്റീസും നിങ്ങളോട് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവരുടെ സിമിലാരിറ്റീസ് എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ഫ്ലവേഴ്സ് രണ്ടും ക്ലസ്റ്റേഴ്സ്, കൊലകളായിട്ടാണ് കാണപ്പെടുന്നത്. ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ക്ലസ്റ്റേഴ്സ്, ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ക്ലസ്റ്റേഴ്സ്, ഫ്ലവേഴ്സ് ക്ലസ്റ്റേഴ്സ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇനി ഇവരുടെ ഫ്രൂട്ട്സ് തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്ന് വെച്ചാൽ ഇൻ മാംഗോ ട്രീയിൽ മാംഗോയിൽ എങ്ങനെയാണ് ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്, ഓവറി ഡെവലപ്പ് ചെയ്തിട്ടാണ് എന്താവുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. ബട്ട് ഇൻ കാഷ്യൂ ദ പെഡിസൽ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്, പെഡിസലാണ് ഡെവലപ്പ് ചെയ്തിട്ട് എന്തായിട്ട് മാറുന്നത്, ഫ്രൂട്ടായിട്ട് മാറുന്നത്. മനസ്സിലായോ? അപ്പോൾ സിമിലാരിറ്റി എന്ന് വെച്ചാൽ ഫ്ലവേഴ്സ് ആർ സീൻ ഇൻ ക്ലസ്റ്റേഴ്സ്, ഫ്ലവേഴ്സ് ക്ലസ്റ്റർ ഒരു കൊലയായിട്ടാണ് കാണപ്പെടുന്നത്. മാംഗോയിൽ എങ്ങനെയാണ് ഓവറി ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്, ബട്ട് ഇൻ കാഷ്യൂ ദ പെഡിസൽ ഡെവലപ്പ് ഇൻ ടു ഫ്രൂട്ട്. മലയാളത്തിലാണെങ്കിൽ മാവിൽ എന്ത് ചെയ്യുന്നു, അണ്ടാശയം വളർന്ന് ഫലമായി മാറുന്നു. കശുമാവിൽ പൂഞ്ഞിട്ട് വളർന്നിട്ട് എന്തായിട്ട് മാറുന്നു, ഫലമായിട്ട് മാറുന്നു. ഇനി പിക്ചേഴ്സ് ഓഫ് ദ സിമ്പിൾ ഫ്രൂട്ട് മാംഗോ ആൻഡ് ബിറ്റർ ഗോർഡ് ആർ ഗിവൺ ബിലോ. താഴെ സിമ്പിൾ ഫ്രൂട്ടിന്റെ പിക്ചേഴ്സ് നൽകിയിട്ടുണ്ട്. മാംഗോയും ബിറ്റർ ഗോർഡ് പാവയ്ക്കയാണ് തന്നിട്ടുള്ളത്. ഇനി ഒബ്സർവ് ദം ആൻഡ് റൈറ്റ് ദ റീസൺ ഫോർ ദ ഡിഫറൻസ് ഇൻ ദ നമ്പർ ഓഫ് സീഡ്. മാംഗോയിൽ ഒറ്റ സീഡേ ഉള്ളൂ, പക്ഷെ ബിറ്റർ ഗോർഡിൽ പാവലിൽ ഒരുപാട് സീഡ്സ് കാണാറുണ്ട്. അപ്പോൾ ഇതിന്റെ നമ്പർ ഓഫ് സീഡിൽ ഉണ്ടാകുന്ന വ്യത്യാസത്തിന് കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്തായിരിക്കും? മാംഗോയിൽ 1 ഒവ്യൂളുള്ളൂ. എന്താണ്? മാംഗോയിൽ 1 ഒവ്യൂളുള്ളൂ, എന്നാൽ പാവലിൽ മെനി ഒവ്യൂൾസ് ഉണ്ട്. ഓക്കെ, കൂടുതൽ ഒവ്യൂൾസ് ഉണ്ട്. അതായത് മാമ്പൂവിന്റെ അണ്ടാശയത്തിൽ എന്താണ്, ഒരു ഒവ്യൂളും നമ്മുടെ പാവക്കയുടെ അണ്ടാശയത്തിൽ എന്താണ്, ധാരാളം ഒവ്യൂളുകളും കാണപ്പെടുന്നു. അതുകൊണ്ടാണ്. ഇനി സി ക്വസ്റ്റ്യൻ, ചൂസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് അബൌട്ട് മൾട്ടിപ്പിൾ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിന്റെ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എ ഫ്രൂട്ട് ഈസ് ഫോംഡ് ഫ്രം എ ഫ്ലവർ, മോർ ദാൻ 1 ഫ്രൂട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ് ഫ്രം 1 ഫ്ലവർ, ഫ്രൂട്ട്സ് ഫോംഡ് ഫ്രം ഇൻഫ്ലോറസൻസ് കമ്പൈൻ ടു ഫോം എ 1 സിംഗിൾ ഫ്രൂട്ട്, ഈച്ച് ഫ്ലവർ ഇൻ ആൻ ഇൻഫ്ലോറസൻസ് ബിക്കം എ ഫ്രൂട്ട്. മൾട്ടിപ്പിൾ ഫ്രൂട്ടിന് എക്സാമ്പിൾ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് 3 ആണ്, 3 മാത്രമാണ് ശരിയായിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഉത്തരം 3-ാമത്തെയാണ്. സിയുടെ ഉത്തരം 3 എന്നുള്ളതാണ്. നെക്സ്റ്റ് 2ാമത്തെ ക്വസ്റ്റ്യൻ, ദിസ് ക്വസ്റ്റ്യൻ ഹാസ് 2 പാർട്സ്, 2A ആൻഡ് 2B. 2Aയും Bയും ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഒന്നെങ്കിൽ A എഴുതാം അല്ലെങ്കിൽ B എഴുതാം. A ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. സബ്സ്റ്റൻസ് ആർ അറേഞ്ച്മെന്റ് ഓഫ് ഡിഫറെന്റ് മോളിക്യൂൾസ് ആർ ഗിവൺ, അനലൈസ് ദ ടേബിൾ, റൈറ്റ് ഈച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ദ കറക്റ്റ് സ്റ്റേറ്റ്മെന്റ്. ഇവിടെ കുറച്ച് സബ്സ്റ്റൻസ് തന്നിട്ടുണ്ട്, ഐസ്, വാട്ടർ വേപ്പർ. പിന്നെ ആ മോളിക്യൂൾസിന്റെ അറേഞ്ച്മെന്റ് കാണിച്ചിട്ടുണ്ട്. ഐസിൽ നോക്കൂ, ഐസിൽ മോളിക്യൂൾസ് എങ്ങനെയാണ് അറേഞ്ച്മെന്റ്, ഐസിന് ഇത് കറക്റ്റ് അല്ല കേട്ടോ. ഐസിൽ അറേഞ്ച്മെന്റ് എങ്ങനെയായിരിക്കും, വളരെ അടുത്തായിട്ടായിരിക്കും കാണുക. വാട്ടറിൽ കുറച്ച് അകലം ഉണ്ടാവും, വാട്ടർ വേപ്പറിൽ ഒരുപാട് സ്പേസ് ഉണ്ടാവും അല്ലേ. നമ്മുടെ സോളിഡ്, ലിക്വിഡ്, ഗ്യാസ്, ഇത് 3ആണ് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് അറേഞ്ച് ചെയ്ത് എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഓപ്ഷൻ ഏതാണ്? ഐസ് എങ്ങനെയാണ്? B, വാട്ടർ ഏതാണ്? C, വാട്ടർ വേപ്പർ A. അപ്പോൾ ഇതിലെ ഓപ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ C ആണ് കറക്റ്റ് ആയിട്ടുള്ള ഉത്തരം. 2ാമത്തെ, റൈറ്റ് ദ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ അറേഞ്ച്മെന്റ് ഓഫ് മോളിക്യൂൾസ് ആൻഡ് ദെയർ ഷേപ്പ് ഓഫ് ഐസ് ആൻഡ് വാട്ടർ. മുകളിൽ അറേഞ്ച്മെന്റ് കണ്ടില്ലേ? അപ്പോൾ ഐസിന്റെ ഷേപ്പും വാട്ടറും തമ്മിലുള്ള മോളിക്യൂൾസ് അറേഞ്ച്മെന്റും കൊണ്ടുണ്ടാകുന്ന ഇതെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായിരിക്കും? നമുക്കറിയാം ഐസിൽ എന്താണ്, ഐസിൽ വാട്ടർ മോളിക്യൂൾസ് എന്തായിരിക്കും, വളരെ അടുത്താണ് ഇത് ചെയ്യുന്നത് അല്ലേ. വളരെ അടുത്തായിരിക്കും മോളിക്യൂൾസ്, ക്ലോസസ്റ്റ് ആയിട്ടായിരിക്കും കാണപ്പെടുക. അതുകൊണ്ട് തന്നെ എന്തായിരിക്കും, അതിന് പ്രത്യേകിച്ച് അടുത്തിരുന്നാൽ എന്താണ്, നല്ല ഷേപ്പ് ഉണ്ടാവും. കണ്ടില്ലേ, ഇവിടെ മോളിക്യൂൾസ് അടുത്തിരിക്കണോണ്ട് നല്ല ഷേപ്പ് ഉണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നല്ല കറക്റ്റ് ഷേപ്പ് ഉണ്ടാവും ഇതിന്, ഐസിന്? കാരണം മോളിക്യൂൾസ് ആർ ക്ലോസസ്റ്റ്. എന്നാൽ വാട്ടറിൽ എങ്ങനെയായിരിക്കും, കുറച്ചൊന്ന് അകന്നാണ് ആരിയ്ക്കുക, വാട്ടർ മോളിക്യൂൾസ് ഇരിക്കുക. അതുകൊണ്ട് തന്നെ അതിനൊരു കറക്റ്റ് ഷേപ്പ് ഉണ്ടാവില്ല, അതിന് നിശ്ചിത ഷേപ്പ് ഉണ്ടാവില്ല.
ഐസിൽ മോളിക്യൂൾസ് അടുത്തിരിക്കുന്നതുകൊണ്ട് ഷേപ്പ് ഉണ്ട്, വാട്ടറിൽ മോളിക്യൂൾസ് കുറച്ച് അകന്നിരിക്കുന്നതുകൊണ്ട് അതിന് ഷേപ്പ് ഉണ്ടാവില്ല. ഇനി സി ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. എക്സാമിൻ ദ സ്റ്റേറ്റ്മെന്റ് ഗിവൺ ബിലോ. താഴെ കുറച്ച് സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. സ്റ്റേറ്റ്മെന്റ് എന്താണ്? എയർ ഈസ് എ മിക്സർ. എയർ എന്ന് പറയുന്ന ഒരു മിക്സറാണ്. സ്റ്റേറ്റ്മെന്റ് 2 കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് എ പ്യുവർ സബ്സ്റ്റൻസ് എന്നാണ് പറയുന്നത്. ആർ ദീസ് സ്റ്റേറ്റ്മെന്റ് ആർ കറക്റ്റ്. ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണോ? ആണെങ്കിൽ എന്തുകൊണ്ട് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം എന്താണ്? ശരിയാണ്, ഈ സ്റ്റേറ്റ്മെന്റ് കറക്റ്റ് ആണ്. കാരണം നമ്മുടെ എയറിൽ എന്തുണ്ട്? മിക്സ്ചറാന്ന് പറയണമെങ്കിൽ കുറേ സാധനങ്ങൾ കൂടി ചേരണം അല്ലേ? അപ്പം എയറിൽ എന്തൊക്കെയുണ്ട്? നൈട്രജൻ, ഓക്സിജൻ, കാർബൺ ഡൈ ഓക്സൈഡ് തുടങ്ങിയ സാധനങ്ങൾ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അതെന്താണ്? ഒരു മിക്സ്ചറാണ്. ഇനി രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റിൽ എന്താ പറയുന്നത്? കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് എ പ്യുവർ സബ്സ്റ്റൻസ്. കാർബൺ ഡൈ ഓക്സൈഡിൽ ഒരേ ഒരു ആറ്റംസ് മാത്രമേ അടങ്ങിയിട്ടുള്ളൂ, അതിനാൽ മാത്രമേ അടങ്ങിയിട്ടുള്ളൂ. അതുകൊണ്ട് അതിനാൽ എന്താണ്? അതൊരു പ്യുവർ സബ്സ്റ്റൻസ് ആണ്. രണ്ടാമത്തെ ബി ക്വസ്റ്റ്യൻ. സം ഇൻസ്റ്റൻസ് വെയർ കമ്പോണൻസ് നീഡ് ടു ബി സെപ്പറേറ്റഡ് ഫ്രം മിക്സേഴ്സ് ആർ ഗിവൺ ബിലോ. കുറച്ച് ഇത് തന്നിട്ടുണ്ട്, മിക്സേഴ്സിൻ്റെ ഇത് തന്നിട്ടുണ്ട്. അത് നമുക്ക് നോക്കാം. എ സെപ്പറേറ്റിംഗ് ചാഫ് ഫ്രം ദ റൈസ്. റൈസിൽ നിന്ന് അതിൻ്റെ ഇത് വേർതിരിച്ചെടുക്കുന്നത്. ബി ലെമൺ സീഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ദ ലൈം ജ്യൂസ്. ലൈം ജ്യൂസിൽ നിന്ന് ലെമണിൻ്റെ സീഡ് സെപ്പറേറ്റ് ചെയ്തിരിക്കുന്നത്. ബട്ടർ ഈസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ്. കേർഡിൽ നിന്ന് ബട്ടർ സെപ്പറേറ്റ് ചെയ്തെടുക്കുന്നത്. സെപ്പറേറ്റിംഗ് ബംഗാൾ ഗ്രാം ഫ്രം റൈസ്. റൈസിൽ നിന്ന് ബംഗാൾ ഗ്രാം സെപ്പറേറ്റ് ചെയ്ത് എടുക്കുന്നത്. അപ്പോൾ വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ് ആർ യൂസ്ഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ ടു സെപ്പറേറ്റ് ദം. ഇതിൽ എന്ത് പ്രോപ്പർട്ടീസാണ്? വിച്ച് പ്രോപ്പർട്ടീസ് ഓഫ് കമ്പോണൻസ് ആർ യൂസ്ഡ് ഇൻ ഈച്ച് സിറ്റുവേഷൻ ടു സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തേൽ എന്തായിരിക്കും? സെപ്പറേറ്റിംഗ് ചാഫ് ഫ്രം ദ റൈസ് എന്തായിരിക്കും? നമ്മുടെ വെയിറ്റിലുള്ള ഡിഫറൻസ് ആയിരിക്കും അല്ലേ? വെയിറ്റിലുള്ള ഡിഫറൻസും കൊണ്ടുണ്ടാവുന്നതായിരിക്കും. വെയിറ്റിലുള്ള ഡിഫറൻസും കൊണ്ട് അല്ലേ? വെയിറ്റിലുള്ള ഡിഫറൻസ്. രണ്ടാമത്തത് ഭാരത്തിലുള്ള വ്യത്യാസം. രണ്ടാമത്തത് എന്തായിരിക്കും? ലെമൺ സീഡ്സ് ആർ സെപ്പറേറ്റഡ് ഫ്രം ലെമൺ ജ്യൂസ്. എന്താണ്? അതിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം അല്ലേ? ലെമൺ സീഡ്സ് വലുതായിരിക്കും, അല്ലെങ്കിൽ ലെമൺ സീഡ്സ് എന്തായാലും നമ്മുടെ ജ്യൂസിൽ എന്ത് ചെയ്യില്ല? ലയിച്ച് ചേരുന്നില്ല. അപ്പോൾ അതിൻ്റെ വലിപ്പത്തിലുള്ള വ്യത്യാസം ബിഗ് ആയിരിക്കും. സീഡ്സ് എന്ന് പറയുന്നത് മറ്റേതിനെ അപേക്ഷിച്ച് ബിഗ് ആയിരിക്കും. അപ്പോൾ നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇനി ബട്ടർ ഇസ് സെപ്പറേറ്റഡ് ഫ്രം കേർഡ് എന്ന് തന്നെ എന്തായിരിക്കും? അതും എന്ത് തന്നെയായിരിക്കും? വെയിറ്റ്. ഒന്നെങ്കിൽ വെയിറ്റിലുള്ള ഡിഫറൻസ്, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? വെണ്ണ എന്ത് ചെയ്യും? ഈ ബട്ടർ എന്ത് ചെയ്യും? വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ബട്ടർ വെള്ളത്തിൽ പൊങ്ങിക്കിടക്കും. ഇനി സെപ്പറേറ്റിംഗ് ബംഗാൾ ഗ്രാം ഫ്രം റൈസ് എന്ന രണ്ടുണ്ട്. ഒന്ന് അതിൻ്റെ സൈസ്. ഇവിടെയും സൈസ് വ്യത്യാസമാണ് കേട്ടോ. സൈസ് ഡിഫറൻസ് ആണ്. ഇവിടെയും സൈസ് ഡിഫറൻസും ഉണ്ട്, കളറും ഉണ്ട്. സൈസ് ഡിഫറൻസും കളറും അത് രണ്ടും നോക്കിയിട്ട് നമുക്ക് സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ. ഹൗ ഡു യു സെപ്പറേറ്റ് ദ കമ്പോണൻസ് ഫ്രം എ മിക്സർ ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ്. ഒരു മിക്സറിന് സോൾട്ടും സാൻഡും എങ്ങനെ നിങ്ങൾക്ക് വേർതിരിച്ചെടുക്കാമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഹൗ ഡു യു സെപ്പറേറ്റ് എ കമ്പോണൻസ് ഫ്രം എ മിക്സർ ഓഫ് സോൾട്ട് ആൻഡ് സാൻഡ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒന്നെങ്കിൽ ഈ സൊല്യൂഷൻ നമുക്ക് എന്താണ് വെള്ളത്തിൽ മിക്സർ നമുക്ക് വെള്ളത്തിൽ ഡിസോൾവ് ചെയ്തിട്ട് മണലരിച്ചെടുക്കാൻ പറ്റും. സാൻഡ് എങ്ങനെയാണ്? സാൻഡ് നമുക്ക് മിക്സറിനെ സാൻഡ് എങ്ങനെ വേർതിരിച്ചെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മണൽ എങ്ങനെ വേർതിരിച്ചെടുക്കുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മണൽ നമ്മൾ എന്ത് ചെയ്യണം? മിക്സർ വെള്ളത്തിൽ ഡിസോൾവ് ആക്കിയിട്ട് എന്ത് ചെയ്യാം? മണലരിച്ചെടുക്കാനായിട്ട് നമുക്ക് പറ്റും. ഇനി സോൾട്ട് എങ്ങനെയാണ് നമുക്ക് സോൾട്ട് വാട്ടർ അല്ലേ? സോൾട്ട് വാട്ടർ എന്ത് ചെയ്യും? നമ്മൾ ഹീറ്റ് ചെയ്ത് ബാഷ്പീകരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ സോൾട്ടും വാട്ടറും ആയിട്ട് വേർതിരിച്ചെടുക്കാനായിട്ട് സാധിക്കും. ഇനി സി ക്വസ്റ്റ്യൻ. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റീസൺ വൈ സ്റ്റോൺസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ജാഗരി. ജാഗരിയിൽ നിന്ന് സ്റ്റോൺ എങ്ങനെ നമുക്ക് വേർതിരിച്ചെടുക്കാം? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് എ റീസൺ വൈ സ്റ്റോൺസ് ക്യാൻ ബി സെപ്പറേറ്റഡ് ഫ്രം ജാഗരി. ജാഗരിയിൽ നിന്ന് സ്റ്റോൺ സെപ്പറേറ്റ് ചെയ്തെടുക്കാൻ എന്ത് ഉപയോഗിച്ചിട്ടാണെന്നാണ് ചോദിച്ചത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഡിഫറൻസ് ഇൻ കളർ, ഡിഫറൻസ് ഇൻ സൈസ്, ഡിഫറൻസ് ഇൻ സോലുബിലിറ്റി, നൺ ഓഫ് ദിസ് അബോ. എന്തായിരിക്കും? ഡിഫറൻസ് ഇൻ സോലുബിലിറ്റി. അതിൻ്റെ ലയിക്കുന്നതിലുള്ള വ്യത്യാസം മൂലമാണ്. ഈ ജാഗരി ചൂടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ശർക്കര മുഴുവൻ എന്ത് ചെയ്യും? ഉരുകി അതിൽ വരും, കല്ല് അതിൽ തന്നെ കിടക്കും അല്ലേ? അപ്പോൾ നമ്മളത് അരിച്ചെടുക്കുമ്പോൾ കല്ല് മാത്രം പുറത്ത് കിടക്കും.
കല്ല് അതിൻ്റെ കൂടെ മിക്സ് ആയിട്ട് പോവില്ല, സെപ്പറേറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഡിഫറൻസ് ഇൻ സോലിബിലിറ്റി ആണ് അതിന് ഉത്തരം. ഓപ്ഷൻ സി ആണ് അതിൻ്റെ ഉത്തരം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. മൂന്നാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു കോൺവെർസേഷൻ ആണ് തന്നിരിക്കുന്നത്. നട്ട്മെഗ് ട്രീ നീഡ് അനദർ നട്ട്മെഗ് ട്രീ ടു ബിയർ ഫ്രൂട്ട്സ്. അതായത് ജാതിക്ക് അല്ലേ, ജാതി മരത്തിന് മറ്റൊരു ജാതി മരം വേണം അതിൻ്റെ ഫ്രൂട്ട്സ് ബിയർ ചെയ്യണമെങ്കിൽ. മാംഗോ ട്രീ ബിയർ ഫ്രൂട്ട്സ് ഈവൻ ഇഫ് ഇറ്റ് ജസ്റ്റ് വൺ. മാംഗോ ട്രീക്ക് പക്ഷേ എന്താണ് ഫ്രൂട്ട്സ് ബിയർ ചെയ്യണമെങ്കിൽ ഒന്ന് മതി. ഇനി എ ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് എ നട്ട്മെഗ് ട്രീ ഡസ് നോട്ട് ബിയർ ഫ്രൂട്ട്സ് ഇഫ് ഇറ്റ് ഓൺലി വൺ. റൈറ്റ് ദ റീസൺ. നട്ട്മെഗ് ട്രീ എന്താണ് ഫ്രൂട്ട്സ് ബിയർ ചെയ്യില്ല അതൊരെണ്ണം ഉള്ളുവെങ്കിൽ. അത് എന്തുകൊണ്ടാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം നട്ട്മെഗ് ട്രീ എന്ന് പറയുന്നത് ജാതിമരം എന്ന് പറഞ്ഞാൽ യൂണിസെക്ഷൽ ആണ്. എന്താണ് യൂണിസെക്ഷൽ, അതായത് ഏകലിംഗ സസ്യമാണ്. യൂണിസെക്ഷൽ പ്ലാന്റ് ആണ്, യൂണിസെക്ഷൽ ആണ്, ഏകലിംഗ സസ്യമാണ് എന്തെന്ന് പറയുന്നത് ജാതിമരം, നട്ട്മെഗ് എന്ന് പറയുന്നത്. ദി ടേബിൾ ഷോയിങ് എ ലിസ്റ്റ് ഓഫ് ഫ്ലവേഴ്സ് ദെയർ ക്യാരക്ടറിസ്റ്റിക്സ് ആൻഡ് പോളിനേറ്റിംഗ് ഏജൻറ്റ്സ് ഇസ് ഗിവൺ ബിലോ. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സും അതിൻ്റെ പോളിനേറ്റിംഗ് ഏജൻറ്റും ക്യാരക്ടറിസ്റ്റിക്സും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം. പോളിനേറ്റിംഗ് ഏജൻറ്റ് എന്ന് പറയുന്നത് ഏതാണ്? വിൻഡ്, കാറ്റായിരിക്കും, വിൻഡ്. ഇനി ക്യാരക്ടറിസ്റ്റിക്സ് ലൈറ്റ് വെയിറ്റ് പോളൻ ഗ്രെയിൻ ആണ്. എന്താണ്? ലൈറ്റ് വെയിറ്റ് പോളൻ ഗ്രെയിൻ ആയിരിക്കും. ഇനി ഇക്സോറയുടെ പോളിനേറ്റിംഗ് ഏജന്റ് ഹണീബി ആണ്. അത് ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്? കളറ്, സ്മെല്ല്, ഹണി, ഇതൊക്കെയാണ്. ഇനി അടുത്തത് പോളിനേറ്റിംഗ് ഏജന്റ് മോത്താണ് തന്നേക്കണേ. വൈറ്റ് ആൻഡ് ഫ്രാഗ്രൻറ്റ് ഫ്ലവർ എന്നാണ് തന്നേക്കുന്നത് അല്ലേ. അതിൻ്റെ വെള്ള കളറും പിന്നെ നല്ല സ്മെല്ലുള്ള ഫ്ലവർ. അപ്പോൾ രാത്രിയിൽ ഉണ്ടാവുന്ന ഏതെങ്കിലും പൂക്കളുടെ പേര് എഴുതിയാൽ മതി. ഇപ്പം നമുക്ക് എക്സാമ്പിളായിട്ട് ജാസ്മിൻ എഴുതാം. അപ്പോൾ ഇങ്ങനെയാണ് ഇത് കംപ്ലീറ്റ് ചെയ്യേണ്ടത്. ഇനി സി ക്വസ്റ്റ്യൻ സം സ്റ്റേറ്റ്മെന്റ് റിലേറ്റഡ് ടു പോളിനേഷൻ ആർ ഗിവൺ ബിലോ വിച്ച് ഓഫ് ദം ആർ കറക്റ്റ്. ഇവിടെ 3 ഓപ്ഷൻസ് തന്നിട്ടുണ്ട്, 3 സ്റ്റേറ്റ്മെന്റ് തന്നിട്ടുണ്ട്. ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ ഡയേഷ്യസ് പ്ലാന്റ്. ഇൻ ഡയേഷ്യസ് പ്ലാന്റ് ഓൺലി ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ്. ബോത്ത് സെൽഫ് പോളിനേഷൻ ആൻഡ് ക്രോസ് പോളിനേഷൻ ടേക്ക് പ്ലേസ് ഇൻ മൊണീഷ്യസ് പ്ലാന്റ്. ഇതിലേതാ സ്റ്റേറ്റ്മെന്റ് ശരിയെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ്. സ്റ്റേറ്റ്മെന്റ് 2ഉം 3യും കറക്റ്റ് ആണ്. 2ഉം 3യും കറക്റ്റ് ആണ്. 2ഉം 3ഉം കറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഓപ്ഷൻ ബി ആണ് ഉത്തരം. ഇനി ഓർ ക്വസ്റ്റ്യൻസിൽ നമുക്ക് നോക്കാം. മൂന്നാമത്തേല് ഈ ക്വസ്റ്റ്യൻ റൈറ്റ് ദ ലേബിൾഡ് പാർട്സ് ഓഫ് ദ ഫ്ലവർ. ഓരോ പാർട്സും ലേബിൾ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. എ എന്ന് പറയുന്നത് സൈറ്റ് ഓഫ് പോളിനേഷൻ, പോളിനേഷൻ നടക്കുന്ന ഭാഗമാണ്, പരാഗണം നടക്കുന്ന സ്ഥലമാണ്. ബി എന്ന് പറയുന്നത് ഒവ്യൂളാണ്. സി എന്ന് പറയുന്നത് തലാമസ് ആണ്. അതായത് നമ്മളുടെ പുഷ്പാസനം എന്ന് പറയും മലയാളത്തിൽ, തലാമസ് ആണ്. അപ്പോൾ എ എന്നാണ് സൈറ്റ് ഓഫ് പോളിനേഷൻ നടക്കുന്ന സ്ഥലം. ബി ഒവ്യൂള്, സി തലാമസ്. ഇനി ബി ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് ഡിഫറെൻറ്റ് സ്റ്റേജസ് ഓഫ് ഫെർട്ടിലൈസേഷൻ ആർ ഗിവൺ ബിലോ. ഫെർട്ടിലൈസേഷൻ്റെ ഡിഫറെൻറ്റ് സ്റ്റേജസ് തന്നിട്ടുണ്ട്. റൈറ്റ് ദം ഇൻ ദ കറക്റ്റ് ഓർഡറിൽ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അതിലൊന്ന് പോളൻ ഗ്രെയിൻ ഫോൾ ഓൺ സ്റ്റിഗ്മ. എന്ത് ചെയ്യുന്നു? ആദ്യം പരാഗരേണു പരാഗണ സ്ഥലത്ത് പതിക്കുന്നു. ഇതാണ് ഒന്നാമതായിട്ട് എഴുതേണ്ടത്. രണ്ടാമതായിട്ട് ഏതാണ്? നെക്സ്റ്റ് എന്ത് ചെയ്യുന്നു? പോളൻ ഗ്രെയിൻ ഗ്രോസ് ഡൗൺ ത്രൂ സ്റ്റൈൽ ഇൻ ദ ഫോം ഓഫ് എ ട്യൂബ്. എന്ത് ചെയ്യുന്നു? പരാഗണ രേണു എന്ത് ചെയ്യുന്നു? ജനിതണ്ടിലൂടെ ഒരു നാളിയായിട്ട് വളരുന്നു. മൂന്നാമത്തേത് ഏതാണ്? മെയിൽ ഗ്യാമീറ്റ് റീച്ച് ദ ഓവറി ത്രൂ ദിസ് ട്യൂബ്. നാളിലൂടെ പുംബീജം അണ്ടാശയത്തിലെത്തുന്നു. ഈ ട്യൂബിലൂടെ ഇതിലേക്ക് എത്തുന്നു. നാലാമത്തത് മെയിൽ ഗ്യാമിറ്റ് ഫ്യൂസ് വിത്ത് ദ എഗ് ടു ഫ്രം സൈഗോട്ടായിട്ട് മാറുന്നു. അപ്പോൾ ഫസ്റ്റ് വൺ ഇത്, സെക്കൻഡ് വൺ ഇത്, തേർഡ് വൺ ഇത്, ഫോർത്ത് വൺ ഇത്. ഇങ്ങനെയാണ് ഓർഡറിൽ എഴുതേണ്ടത്. ഇനി നാലാമത്തെ യൂസിങ് ദ പ്രോപ്പർട്ടീസ് ഓഫ് എ മാഗ്നറ്റ് മേക്ക് എ ടോയ് ഓഫ് ഫിഷ് മൂവിങ് ടുവേർഡ്സ് ദ ഹുക്ക്. ദ മാഗ്നറ്റ് ആൻഡ് ദ ഹുക്ക് ആർ അവൈലബിൾ. വാട്ട് ആർ ദ അതർ മെറ്റീരിയൽസ് നീഡ്? റൈറ്റ് ദ മെത്തേഡ് ഓഫ് പ്രിപ്പറേഷൻ. ഈ കളിപ്പാട്ടം ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള മെറ്റീരിയൽസ് എന്തൊക്കെ ആവശ്യമുണ്ട്, ഇങ്ങനെ ഇത് ഉണ്ടാക്കാമെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. അത് എഴുതാം. നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ ഒബ്സർവ് ദ അറേഞ്ച്മെന്റ് ഓഫ് മാഗ്നറ്റ്. ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു ദ മാഗ്നറ്റ് അട്രാക്ട്, ഇൻ വിച്ച് സിറ്റുവേഷൻ ഡു നോട്ട് ഡു ദ മാഗ്നറ്റ് റിപ്പൽ. വൈ? ഇവിടെ ഏത് സിറ്റുവേഷനിലാണ് മാഗ്നറ്റ് അട്രാക്ട് ചെയ്യുക, ഏത് സിറ്റുവേഷനിലാണ് മാഗ്നറ്റ് റിപ്പൽ ചെയ്യുക എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ അട്രാക്ട് ചെയ്യുന്നത് ഇത് രണ്ടുമാണ് അല്ലേ. ഇതിൽ അട്രാക്ട് ചെയ്യും നോർത്ത് സൗത്ത്. ഇവിടെയും അട്രാക്ട് ചെയ്യും നോർത്ത് സൗത്ത്. ഇങ്ങനെയാണ്. ഇതെല്ലാം അട്രാക്ട് ചെയ്യും. 1ഉം 3ഉമാണ് അട്രാക്ട് ചെയ്യുന്നത്. 2ഉം 4ഉം റിപ്പൽ ചെയ്യും. 2ഉം 4ഉം റിപ്പൽ ചെയ്യാണ്. നോർത്ത് സൗത്തിൻ്റെ അടുത്ത് വീണ്ടും സൗത്താണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് റീസൺ എന്താണെന്ന് വെച്ചാൽ ഇവിടെ ലൈക്ക് പോൾസ് അല്ല അൺലൈക്ക് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക.
അൺലൈക്ക് പോൾസ് ഇവിടെ അൺലൈക്ക് പോൾസ്, അതായത് സൗത്തിൻ്റെ അടുത്ത് നോർത്താണ് ഇരിക്കുന്നത്. അൺലൈക്ക് പോൾസ് ആണ് അട്രാക്ട് ചെയ്യുക. ഇവിടെ എന്താണ്, ലൈക്ക് പോൾസ് ആണ്. ഒരേപോലെയുള്ള പോൾസ് ആണെങ്കിൽ എന്ത് ചെയ്യില്ല, അത് അട്രാക്ട് ചെയ്യില്ല, ഇത് റിപ്പൽ ചെയ്യും. അതാണ് അതിൻ്റെ റീസൺ എന്ന് പറയുന്നത്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, എ ഫ്രണ്ട് ഹൂ ഫെൽ വൈൽ പ്ലേയിങ് ഫീൽസ് പെയിൻ ആൻഡ് ഡിഫിക്കൽട്ടി ടു മൂവ് ഹിസ് ഹാൻഡ്. ദ ചൈൽഡ് ഷുഡ് ബി ടേക്കൺ ദ ഹോസ്പിറ്റൽ വിത്തൗട്ട് മൂവിങ് ദിസ് ഹാൻഡ്. വാട്ട് ഫസ്റ്റ് എയ്ഡ് വുഡ് യു ഗീവ്? റൈറ്റ് ഡൗൺ ദ മെറ്റീരിയൽ റിക്വയർഡ് ആൻഡ് ദ പ്രൊസീജിയർ ഓഫ് ഗിവിങ് ഫസ്റ്റ് എയ്ഡ്. ഇവിടെ എന്താണ്, ഒരു കുട്ടി വീണു, എൻ്റെ കൈക്കില്ലേ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അല്ലേ. അപ്പോൾ പെയിൻ, അവൻ്റെ കൈ അനക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ അതിന് കൊടുക്കാവുന്ന ഫസ്റ്റ് എയ്ഡ് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തൊക്കെ മെറ്റീരിയൽസ് അതിന് ആവശ്യമുണ്ടെന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത് സ്പ്ലിൻ്റ് ആണ്. എന്താണ്? സ്പ്ലിൻ്റ് ആണ് ഇവിടെ ഉപയോഗിക്കുന്നത്. സ്പ്ലിൻ്റ് ഉപയോഗിക്കുന്നത്. ഇനി സ്പ്ലിൻ്റ് കെട്ടുന്ന രീതിയും അതിനാവശ്യമുള്ള സാധനങ്ങളൊക്കെ എടുത്ത് എഴുതണം. ഇനി ബി ക്വസ്റ്റ്യൻ, ഇൻ ആൻ അവയർനെസ് ക്ലാസ് കണ്ടക്റ്റഡ് ബൈ ഹെൽത്ത് ക്ലബ് ദ ഡോക്ടർ സജസ്റ്റ് ടു ഇൻക്ലൂഡ് ലീഫി വെജിറ്റബിൾ, എഗ് ആൻഡ് മിൽക്ക് ഇൻ ഡയറ്റ് ഓഫ് ഫോർ ബോൺ ഹെൽത്ത്. വാട്ട് കുഡ് ബി ദ റീസൺ? ഇവിടെ ചോദിച്ചിട്ടുണ്ട് എന്താണ്, ഹെൽത്ത് ക്ലബിൻ്റെ ഒരു അവയർനെസ് കണ്ടക്ട് ചെയ്യണം അഭിമുഖത്തിൽ. അപ്പോൾ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. എന്താണ്, നമ്മുടെ ഡയറ്റിൽ ലീഫി വെജിറ്റബിളും എഗ്ഗും മിൽക്കൊക്കെ യൂസ് ചെയ്യണമെന്ന് പറഞ്ഞു. കാരണം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കാരണം ഒന്ന് എന്താണ്, നമ്മുടെ എല്ലുകളുടെ ആരോഗ്യത്തിന് നമുക്ക് എന്ത് വേണം, കാൽസ്യം വൈറ്റമിൻ ഡിയും അടങ്ങിയ ഫുഡുകൾ കഴിക്കണം. നമ്മുടെ ബോൺസിൻ്റെ ആരോഗ്യത്തിന് നമുക്ക് എന്ത് വേണം, നമുക്ക് കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയ ഫുഡുകൾ വേണം. അപ്പോൾ ഈ ഫുഡിൽ കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയിട്ടുണ്ട്. ബോൺസുകളുടെ ഹെൽത്തിന് എന്താവശ്യമാണ്, നമുക്ക് കാൽസ്യവും വൈറ്റമിൻ ഡിയും അടങ്ങിയ ഫുഡുകൾ കഴിക്കൽ അത്യാവശ്യമാണ്. അതുകൊണ്ടാണ്. നെക്സ്റ്റ് 6th ക്വസ്റ്റ്യൻ, ആനിമൽ സെല്ലും തന്നിട്ടുണ്ട്, പ്ലാന്റ് സെല്ലും തന്നിട്ടുണ്ട്. റൈറ്റ് ദ പാർട്സ് ദാറ്റ് ആർ കോമൺ ഇൻ പ്ലാന്റ് ആൻഡ് ആനിമൽ സെൽ. പ്ലാന്റിലും ആനിമൽ സെല്ലിലുള്ള കോമൺ പാർട്സ് ഏതൊക്കെയാണെന്നാണ്. അപ്പോൾ നിങ്ങൾക്ക് എടുത്ത് എഴുതാം. ഏതൊക്കെയാണ്? രണ്ടിലും എന്തുണ്ട്, റൈബോസം ഉണ്ട്. രണ്ടിലും എന്തുണ്ട്, ന്യൂക്ലിയസ് ഉണ്ട്. രണ്ടിലും സെൽ മെംബ്രെയിൻ ഉണ്ട്. രണ്ടിലും വാക്യൂൾ ഉണ്ട്. പിന്നെ രണ്ടിലും സൈറ്റോപ്ലാസം ഉണ്ട്. ഇത്രയും സാധനങ്ങളാണ് എന്തിലുള്ളത്, രണ്ടിലും കോമൺ ആയിട്ടുള്ളത്. ഇനി ഇതിൽ കോമൺ അല്ലാത്ത ഏതൊക്കെയാണ്? ക്ലോറോപ്ലാസ്റ്റും സെൽ വോളും പ്ലാന്റ് സെല്ലിൽ മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് രണ്ടും എടുത്ത് എഴുതരുത്. ഇപ്പോൾ ഈ ക്വസ്റ്റ്യൻ, വിച്ച് സെൽ ഓർഗനല്ല ഹെൽപ്സ് ഇൻ പ്രോട്ടീൻ സിന്തസിസ്? പ്രോട്ടീൻ സിന്തസിസിനെ ഹെൽപ്പ് ചെയ്യുന്നത് ആരാണ്? റൈബോസം ആണ്. വിച്ച് പാർട്ട് ഓഫ് ദ സെൽ കൺട്രോൾ ദ ഫങ്ഷൻ ഓഫ് ദ സെൽ? സെല്ലിൻ്റെ ഫങ്ഷനെ കൺട്രോൾ ചെയ്യുന്ന പാർട്ട് ഏതാണ്? ന്യൂക്ലിയസ് ആണ്. അപ്പോൾ അവിടെ റൈബോസും ന്യൂക്ലിയസും ആൻസർ എഴുതണം. സി ക്വസ്റ്റ്യൻ, 4 സ്റ്റേറ്റ്മെൻറ്റ് റിലേറ്റഡ് ടു സെൽസ് ആർ ഗിവൺ ബിലോ. സെൽസിനെ കുറിച്ച് 4 സ്റ്റേറ്റ്മെൻറ്റ് നൽകിയിട്ടുണ്ട്. വിച്ച് ഓഫ് ദം ഈസ് കറക്റ്റ്? ഇതിൽ കറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നാണ്. അപ്പോൾ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ. ഇവിടെ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ് 1ഉം 4ഉമാണ് കറക്റ്റ് ആയിട്ടുള്ളത്. 1ഉം 4ഉം. സെൽസ് ആർ ദ ബേസിക് യൂണിറ്റ് ഓഫ് ഓൾ ഓർഗാൻസ്. എല്ലാ ഓർഗാൻസിൻ്റെയും ബേസിക് യൂണിറ്റ് ആണ് സെൽ എന്ന് പറയുന്നത്. മൈറ്റോകോൺഡ്രിയ പ്രൊഡ്യൂസ് ദ എനർജി റിക്വയർഡ് ഫോർ ദ സെൽ. മൈറ്റോകോൺഡ്രിയയുടെ ഫംഗ്ഷൻ എന്താണ്? എനർജി, നമുക്ക് ആവശ്യമായ എനർജി, റിക്വയർഡ് ആയിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ്. മൈറ്റോകോൺഡ്രിയയാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. സെല്ലിന് ആവശ്യമായിട്ടുള്ള എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നത് മൈറ്റോകോൺഡ്രിയയാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് നിങ്ങളുടെ എക്സാമുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സും ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി ചാനൽ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. ദെൻ സീ യു അഗെയിൻ. താങ്ക് യു.